ഹായ്, ഞാൻ ഡിനോ. നമ്മളിന്നിവിടെ ഒരു റിയലിസ്റ്റിക്കായി എങ്ങനെ വരയ്ക്കാമെന്നതിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു റെഫറൻസ് പിക്കൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെപ്പോലെയൊന്നും അല്ല വരയ്ക്കുന്നതെങ്കിലും നമുക്ക് എന്തെങ്കിലും സംശയമൊക്കെ വന്നു കഴിഞ്ഞാലും നോക്കാനൊക്കെ ആയിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും ഒരു റെഫറൻസ് പിക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കണ്ണിൻ്റെ ബേസിക് ബൗണ്ടറീസൊക്കെ ഒന്ന് വരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അപ്പർ ലിഡ് കുറച്ച് റൗണ്ടായിട്ടും തൊട്ട് താഴത്തെയുള്ള ആ ലിഡ് അത്രയും മുകളിലത്തെ അത്രയും റൗണ്ട് അല്ലാത്ത രീതിയിൽ കുറച്ച് കയറുവായിട്ടും ആണ് വരയ്ക്കുക. ഇതാണ് ഒരു ബേസിക് കണ്ണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പർ ലിഡും ലോവർ ലിഡും വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വരയ്ക്കുന്നത് ഐറിസാണ്, കണ്ണിൻ്റെ അകത്തുള്ള ആ കറുത്ത വലിയ ഭാഗം. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ നീളത്തിനനുസരിച്ചാണ് വരയ്ക്കുന്നത്. യൂഷ്വലി നമ്മൾ ഒരു റെഫറൻസ് ഒന്നും ഇല്ലാതെ വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ ആകെ മൊത്തം നീളത്തിൽ 4/2 ഭാഗമായിരിക്കും കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് കൊടുക്കുന്ന വലിപ്പം. ആ ഒരു അളവ് വെച്ചിട്ടാണ് മിക്ക കണ്ണ് നമ്മൾ റെഫറൻസ് ഒന്നും ഇല്ലാണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഒരു റെഫറൻസ് വെച്ച ഒരു ഇമേജാണ് വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അടുത്തതായിട്ട് വരയ്ക്കുന്നത് കണ്ണിൻ്റെ മുകളിലുള്ള മടവുണ്ട്. നമ്മൾ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ മുകളിൽ മടവ് വരും. ആ മടവാണ് നമ്മളിനി അടുത്തത് വരയ്ക്കുന്നത്. അതുകൊണ്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഒരു ബേസിക് ബൗണ്ടറീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം സെറ്റായി. ഇനി അടുത്തത് നമ്മൾ ഇതിലാണ് ബിൽഡ് ചെയ്ത് പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ ആ ഫസ്റ്റ് സ്റ്റെപ്പ് വരച്ചേക്കുന്ന എല്ലാ സ്റ്റെപ്പും തന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ വരയ്ക്കുന്നുണ്ട്. കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ റൗണ്ട് മൊത്തത്തിൽ കളിക്കത്തില്ല. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി മൊത്തത്തിൽ നമുക്ക് പുറത്ത് കാണിക്കുന്നില്ല. അതൊരു എക്സ്പ്രഷനിൽ ചിലപ്പോൾ ഒന്നി നിൽക്കുന്ന കണ്ണ്, അല്ലെങ്കിൽ എന്തെല്ലാം എന്താ പറയുക ആകാംക്ഷയോടെ നിൽക്കുന്ന കണ്ണ്, അങ്ങനെയുള്ള കണ്ണുകൾ മാത്രമേ നമ്മൾ കണ്ണ് ബൾജ് ചെയ്ത് അപ്പോൾ ഐറിസ് മൊത്തം പുറത്ത് കാണും. നോർമലായിട്ടൊരു കണ്ണ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ണിൻ്റെ കൃഷ്ണമണി മൊത്തത്തിൽ പുറത്ത് കാണിക്കില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നപ്പോൾ കൃഷ്ണമണിയുടെ ഉള്ളും കൂടെ നമ്മൾ വരയ്ക്കുകയാണ്. ആ ഉള്ളു വരയ്ക്കുമ്പോൾ നമ്മുടെ ഏറ്റവും അതിൻ്റെ അകത്ത് 2 പോർഷൻ ഉണ്ട്. ഏറ്റവും ഡാർക്കസ്റ്റ് പോർഷനും ഏറ്റവും ലൈറ്റ് ഒട്ടും പെൻസിലോ ഷെയ്ഡോ ഒന്നും ചെല്ലാത്തൊരു പോർഷൻ, അതിന് ഹൈലൈറ്റ് എന്ന് പറയും. അങ്ങനെ ആ 2 പോർഷനാണ് കണ്ണിന് കൂടുതൽ ഡെപ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ 2B പെൻസിൽ കൊണ്ടാണ് നമ്മൾ വലുതായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചതും സെക്കൻഡ് സ്റ്റെപ്പിൽ കാണിച്ചതുമായതാണ് നമ്മൾ ഈ വലുതായിട്ട് ഇനി വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ഫസ്റ്റ് സ്റ്റെപ്പിലും സെക്കൻഡ് സ്റ്റെപ്പിലും കാണിച്ചോ അത് അത്രയും നല്ല ഡീറ്റെയിലിൽ നമ്മൾ വരയ്ക്കാൻ പോവുക. പ്രത്യേകിച്ച് വേറൊന്നും നോക്കാണ്ട് തന്നെ റെഫറൻസ് പിക്കിൻ്റെ ഒരു സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ബൗണ്ടറീസും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ആദ്യം തന്നെ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പെൻസിലുകളും എക്യുപ്മെൻറ്റ്സും റബ്ബറുകളും എല്ലാം ഞാൻ പോകുന്ന വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകുന്ന വീഡിയോൻ്റെ ഇടയ്ക്ക് വെച്ച് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഉപയോഗിച്ചേക്കുന്നത് 2B പെൻസിലാണ്. എന്തിനാണ് 2B പെൻസിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പടവും നമ്മൾ ലെയറായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ 2B വരച്ച് കഴിഞ്ഞാൽ നമുക്കത് മായ്ക്കാനും അതിൻ്റെ മുകളിൽ വേറെ ലെയറുകൾ ആഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ഒരു ബിഗിനേഴ്സായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന 2B പെൻസിലും 2B 1B അല്ലെങ്കിൽ എല്ലാ പെൻസിലുകളും കയ്യിലുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെൻസിലുകൾ വെച്ച് വരയ്ക്കുക എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് കൂടുതൽ റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി അഥവാ ഒരു പെൻസിലുള്ളെങ്കിലും അതൊരു 4B ആണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കാൻ പറ്റും. 4B കൊണ്ട് തന്നെ നമുക്ക് എല്ലായിടവും വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ കണ്ണിൻ്റെ ഹൈലൈറ്റ് വരയ്ക്കുമ്പോൾ ഞാൻ സാധാരണ കിട്ടിയേക്കുന്ന റെഫറൻസിൽ ചിലപ്പോൾ സർക്കിളാവാം, ചിലപ്പോൾ അവർ തരുന്ന ഷേപ്പ് തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഷേപ്പിൽ ഞാനങ്ങോട്ട് അതിൻ്റെ ഹൈലൈറ്റ് വരച്ചെന്നുള്ളൂ. ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പോർഷനായിരിക്കും ഏറ്റവും കൂടുതൽ വൈറ്റായിട്ട് നിൽക്കുന്നത്. അവിടെ നമ്മൾ പെൻസിലോ ഷെയ്ഡോ ഒന്നും തന്നെ നമ്മളവിടെ തൊടാറില്ല. കാരണം അത്രയും വൈറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം. പിന്നെ നമ്മൾ ഐറിസ് മൊത്തത്തിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ചുമ്മാ ഒരു ഫസ്റ്റ് ലെയർ 2B കൊണ്ട് ഷെയ്ഡ് ചെയ്യുവാണ്.
ആ ഷെയ്ഡ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് കണ്ണിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഡാർക്കസ്റ്റ് പോർഷൻ ഷെയ്ഡ് ചെയ്യണത്. അതിന് ഞാനിവിടെ ഉപയോഗിച്ചേക്കണത് 12B ആണ്. 12B ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡ് കൊടുക്കാൻ പറ്റുന്ന പെൻസിൽ. നമ്മൾ ആദ്യം തന്നെ ഒരിക്കലും 12B ഉപയോഗിക്കത്തില്ല. കാരണം ഇപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ ചെറിയ പേപ്പറിൻ്റെ ഗ്രിഡുകളും തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. 2Bയിൽ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ 2B അവിടെ വരച്ചിട്ടോ അല്ലെങ്കിൽ 4B വരച്ചിട്ടോ വേണം 12B അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കൊടുത്തേക്കണ ഐറിസ് നമ്മൾ രണ്ടാക്കുക എന്നുള്ളതാണ്. അത് കിട്ടിയേക്കുന്ന റെഫറൻസിൽ അങ്ങനെയാണ്. ചിലപ്പോൾ വേറെ ഐറിസ്, പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഐറിസ് ഉണ്ട്. അപ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ റെഫറൻസിലുള്ള പോലെ തന്നെ വരച്ചു വിടാം. നമുക്കൊരു ഡൗട്ട് വരുമ്പോൾ നമുക്ക് നോക്കണമല്ലോ എന്നുള്ളൊരു ഇത് വെച്ച് കിട്ടിയേക്കുന്ന റെഫറൻസ് വെച്ച് തന്നെ വരച്ചു വിടാം. അപ്പോൾ ഞാനിവിടെ ഐറിസ് രണ്ടാക്കിയിട്ടുണ്ട്. അതൊരു സിംഗിൾ റൗണ്ടിലോ അല്ലെങ്കിൽ ഒരു പാറ്റേണിലോ അല്ല പോയേക്കണേ. ഒട്ടും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് ആ ഡിസൈൻ പോലെ ഞാൻ വരച്ചേക്കുന്നത്. ഇത് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ആ ലൈനും സെൻറ്ററിലേക്ക് ഞാൻ ഇങ്ങനെ ഓരോ വരകൾ 2B വെച്ചിട്ട്, ഇപ്പോൾ 2B എൻ്റെ കയ്യിലിരിക്കുന്നത് 2B ലെഡുള്ള ഒരു മെക്കാനിക്കൽ പെൻസിലാണ്. ആ മെക്കാനിക്കൽ പെൻസിൽ വെച്ച് ഞാൻ ലൈൻസ് വരച്ചുകൊണ്ടിരിക്കുക ഉള്ളിലേക്ക്, സെൻറ്ററിലേക്ക്. 2B വെച്ച് മൊത്തവും നമ്മൾ ഫില്ല് ചെയ്യുക. ക്ഷമയോടെ പതുക്കെ മതി, കൂടുതൽ ധൃതിയോ ഒന്നും ഇല്ലാണ്ട് തന്നെ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം 4B പെൻസിൽ വെച്ചിട്ട് സെയിം സ്റ്റെപ്പ് 2B നിങ്ങൾ എന്ത് ചെയ്തോ അത്രയും ക്ഷമയോടെ പതുക്കെ, ഫുള്ള് ഫില്ലാവണമെന്നൊന്നുമില്ല, ഫില്ല് എല്ലായിടവും ആ വര തന്നെ വന്നൊന്നുമില്ല. ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഇട്ട് ആ 4B കൊണ്ടും അടുത്ത ഈ 2Bയിൽ ചെയ്ത പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യുക. എന്തിനാണ് നമ്മളിങ്ങനെ പല പെൻസിൽ വെച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ 2Bയുടെ സ്ട്രോക്കും 4Bയുടെ സ്ട്രോക്കും അതുപോലെ ഇനി അടുത്തതായിട്ട് 6B ഉണ്ട്, 6Bയുടെ സ്ട്രോക്കും 8B ഉണ്ട്, 8Bയുടെ സ്ട്രോക്കും നമുക്ക് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ആ പ്രോസസ്സ് ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും. അപ്പോൾ ഏകദേശം 4Bയുടെ കൊണ്ടുള്ള പെൻസിലിൻ്റെ സ്റ്റെപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ 6B 6Bയും അതുപോലെ തന്നെ 2Bയും 4Bയും ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ലൈൻസുകൾ അതിൻ്റെ അകത്ത് വന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറിയ ചെറിയ പാറ്റേൺസ് കൊടുക്കുക. വളരെ ക്ഷമയോടെ പതുക്കെ ചെയ്താൽ മതി, ധൃതിയൊന്നുമില്ല. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് 8Bയുടെ പെൻസിൽ വെച്ചിട്ടാണ്. അത് ഫൈനൽ സ്റ്റെപ്പാണ്. 8Bയും കൂടെ ആകുമ്പോൾ നമുക്കിപ്പോൾ എല്ലാ ഡാർക്കും ലൈറ്റും മിഡ് റേഞ്ചിലുള്ള എല്ലാ സ്ട്രോക്കും കിട്ടിയിട്ടുണ്ട്, ബ്രൈറ്റ്നെസ്സിൻ്റെ സ്ട്രോക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫിനിഷ്ഡ് പ്രോസസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എന്തിനാണ് നമ്മൾ അത്രയും സ്ട്രോക്ക് ഉപയോഗിച്ചത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പല ഷേപ്പിലുള്ള പല ഷെയ്ഡിലുള്ള സ്ട്രോക്കുകൾ കാണാൻ പറ്റുന്നില്ലേ? അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഓക്കെ, അവസാനം 8Bയും കൊണ്ടൊരു ചെറിയൊരു ടച്ചപ്പും കൂടെയാണ്. ഇതോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറിസിൻ്റെ ഉള്ളിലത്തെ ഭാഗം കഴിഞ്ഞു. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഔട്ടറിലും ചെയ്യുന്നത്. ആദ്യം 2B കൊണ്ട് ലൈൻ വരയ്ക്കും, അത് കഴിഞ്ഞ് 4B കൊണ്ട് ലൈൻസ് വരയ്ക്കും, അത് കഴിഞ്ഞിട്ട് 6B കൊണ്ട് ലൈൻസ് വരയ്ക്കും, അത് കഴിഞ്ഞ് 8B കൊണ്ട് ലൈൻസ് വരയ്ക്കും. ഒരു എന്താ പറയുക, ഫാസ്റ്റ് ആവണമെന്നോ ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം എടുക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ പറ്റുന്ന പോലെ കൊടുക്കുക. എങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും, അങ്ങനെ കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഒട്ടും പെൻസിൽ പോലും തൊടാതെ ഒരു വെച്ചേക്കുന്ന ഭാഗത്ത് പെൻസിലുകൾ ചെല്ലരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് തന്നെയാണ് ഉള്ളിൽ ചെയ്തത്, അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. അങ്ങനെ ഏകദേശം ഐറിസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ചെറിയൊരു റബ്ബറും കൊണ്ട്, പെൻസിൽ കൊണ്ടൊന്നുമല്ല, റബ്ബർ കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ മായ്ച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മോണോ സീറോ ഇറേസറാണ്.
മോണോ സീറോ ഇറേസർ തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. എൻ്റെ കയ്യിൽ അതുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചെന്നുള്ളൂ. നീഡബിൾ ഇറേസർ എന്ന് പറഞ്ഞ് വളരെ അധികം വിലയൊന്നുമില്ലാതെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന വേറൊരു റബ്ബറാണ്. നമ്മുടെ ഇഷ്ടമുള്ള പോയിൻറ്റിലേക്ക് നമുക്കത് മാറ്റാനൊക്കെ പറ്റും. അതും വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റബ്ബറാണ്. ഇനി അതും ഇല്ലാത്തവർക്ക് റബ്ബർ കട്ട് ചെയ്താൽ മതി. ഞാൻ റബ്ബർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് അതിൻ്റെ കൂർത്ത പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുക ഇത് മോണോസീറോയിലൊന്നും ഇല്ലാത്ത സമയത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മോണോസീറോ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ച് ചെയ്യുന്നത് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് കുറച്ച് ഈ റബ്ബർ കൊണ്ട് മായ്ക്കുന്നതിന് മുമ്പുള്ള ആ ഐറിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൽ നിന്നുണ്ടായ ഡിഫറൻസ് എന്ന്. ബാക്കി നമ്മൾ വൈറ്റിൽ നിന്ന് കാണുന്ന ആ പോർഷൻ സാധാരണ കണ്ണ് വരയ്ക്കുമ്പോൾ ആരും അവിടെ നിന്ന് ഷെയ്ഡ് ചെയ്യാറില്ല. അത് തികച്ചും തെറ്റാണത്. അവിടെ അങ്ങനെയല്ല. അവിടെ ഒരുപാട് ഷെയ്ഡുകൾ വരും. കാരണം കണ്ണിൻ്റെ ലിഡിൻ്റെ ഷെയ്ഡ് വരും, ആ കോണിക്കൽ ഷേപ്പിൻ്റെ ഷെയ്ഡ് വരും, അങ്ങനെ ഒരുപാട് ഷെയ്ഡുകൾ വരും. അപ്പോൾ ആ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ വൈറ്റ് പോർഷൻ നമ്മൾ എന്താ പറയുക ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും സ്മഡ്ജറോ പേപ്പറോ അല്ലെങ്കിൽ ഈവൻ കോട്ടൺ വളരെ നല്ലൊരു ഇതാണ്. ഇപ്പോൾ കോട്ടൺ പോയിൻ്റ് എഡ്ജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പേപ്പർ സ്റ്റമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ 50 രൂപയ്ക്കും 40 രൂപയ്ക്കും ഒക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് ഉപയോഗിക്കുകയാണത്. അതുപോലെ 2 സൈഡിലും ചെയ്യുക. ഐറിസിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ ആ കണ്ണിൻ്റെ ആ കോണിക്കൽ ഷേപ്പിൽ തന്നെ അത് ഷെയ്ഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പേപ്പർ സ്റ്റാമ്പ് വെച്ചിട്ട് അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് കണ്ണിൻ്റെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചെറുതായിട്ട് കണ്ണിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയൊരു പോർഷനാണ്. ഒരു ട്രയാങ്കിൾ ഏരിയയാണ്. അതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ബൾജിഡ് പോർഷനാണ്. ചെറുതായിട്ട് ചെറിയ ബൾജസും താഴ്ചയൊക്കെ ഉള്ളൊരു ചെറിയൊരു പോർഷൻ. അപ്പോൾ അതും അതേപോലെ തന്നെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നിടത്തേക്ക് ലൈറ്റായിട്ട് കൊടുക്കുക, അകത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങൾ ഡാർക്കായിട്ട് ചെയ്യുക. ഇനിയുള്ളത് ലിഡിന് താഴെ ചെറിയൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട് കണ്ണിൽ. ആ ഷെയ്ഡാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യം 2B വെച്ചിട്ടാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അതിനി അത് 4B ആകും. അതിന് 6B വരെ ഞാൻ ആ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. കണ്ണിലെ ഉള്ളിലത്തെ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ണിന് പുറത്തുള്ള സ്കിന്നാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ണിൻ്റെ സ്കിന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്രയും വലുതായിട്ടൊക്കെ വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ ആ കണ്ണിൻ്റെ മടവ് വരയ്ക്കുക. കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും മടങ്ങുന്ന ആ ഒരു പോർഷനാണ്. അപ്പോൾ ആ കണ്ണിൻ്റെ മടവ് ഇങ്ങനെ വരയ്ക്കുക, കണ്ണിനോട് ചേർന്ന് തന്നെ വരയ്ക്കുക. അപ്പോൾ അതൊക്കെ ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ കാണിച്ചേക്കുന്നത് പോലെ കണ്ണിൻ്റെ ആ ഷേപ്പിൽ തന്നെ വരച്ച് ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് അതിന് ക്രോസ് ലൈൻസ് വരച്ചാൽ മതി. അപ്പോൾ ചെറുതായിട്ട് കണ്ണിൻ്റെ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മളായിട്ട് വേറെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഇനി കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇങ്ങനെ ക്രോസ് ലൈൻസ് കൊടുത്ത് തന്നെ ഏകദേശം കണ്ണിൻ്റെ ഒരു സ്ട്രക്ചർ വരും. നമ്മൾ സ്മഡ്ജുകളും ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവും. അതേപോലെ തന്നെ താഴത്തെ മടവുകൾ വരയ്ക്കുക. താഴത്തെ ഇതുപോലെ ഒരു വര വരച്ചിട്ട് അതിന് ക്രോസ് ലൈൻസ് കൊടുക്കുക. അപ്പോൾ അവിടുത്തെ മടവുകളാവും. ഇത് സ്മഡ്ജ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു കൂടുതൽ നമ്മൾ പെൻസിലിട്ട് വരച്ചതിൻ്റെ ഒന്നും ഒരുപാടും വരില്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വന്ന പോലെ തന്നെ അത് സ്മഡ്ജ് ചെയ്യുക. പിന്നെ അത് ഓവറായിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയറിൽ വീണ്ടും അത് തന്നെ ചെയ്യുക. നമുക്ക് എപ്പോൾ സാറ്റിസ്ഫൈഡ് ആയെന്ന് തോന്നിയോ അപ്പോൾ നിർത്തിയാൽ മതി. ഓക്കെ. ഇനി അടുത്തത് കണ്ണിൻ്റെ പീലിയാണ് വരയ്ക്കുന്നത്. കണ്ണിൻ്റെ പീലി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയൊരു ജെ ഷേപ്പിലാണ് എല്ലാ പീലിയും വരയ്ക്കുന്നത്. ജെ ഷേപ്പിൽ. അപ്പോൾ പതുക്കെ സ്പീഡിൽ വരയ്ക്കണമെന്നൊന്നുമില്ല. പതുക്കെ കൈ കൊണ്ട് വേണ്ട ഷേപ്പിൽ വരയ്ക്കുക. അപ്പോൾ ഒരിക്കലും ഒരു ഓർഡറിൽ പോകരുത്. അതായത് ഒരിക്കലും കണ്ണിൻ്റെ പീലികൾ ഒരു ഒറ്റ ലൈനിൽ നിന്നല്ല വരുന്നത്. കയറി ഇറങ്ങിയൊക്കെയാണ് വരുന്നത്. കണ്ണിൻ്റെ പീലികൾ വളരെ ബ്രൈറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. വളരെ ബ്രൈറ്റായി കഴിഞ്ഞാൽ അത്രയും കണ്ണിന് ഭംഗി കൂടുവാണ്. കണ്ണിൻ്റെ പീലികൾ വളരെ വലുതായിട്ട് വരയ്ക്കാൻ നോക്കുക. പിന്നെ കണ്ണ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, റെഫറൻസ് പിക്കായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ, ഒരു ഗേളിൻ്റെ കണ്ണാണെങ്കിൽ നമുക്ക് വരയ്ക്കുമ്പോൾ
ആ വരച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പ്രോസസ്സ് നല്ല ഭംഗിയുള്ളതായിട്ട് കിട്ടും. കാരണം പീലികളുടെ നീളവും കണ്ണിൻ്റെ ഐറിസിൻ്റെ കളറും അതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഗേളിൻ്റെ കണ്ണെടുക്കാൻ നോക്കുക എപ്പോഴും. അപ്പോൾ മുകളിലത്തെ പീലികൾ എപ്പോഴും അടുത്തടുത്ത് തിക്കായിട്ടിരിക്കും, നീളവും കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി താഴത്തെ ലിഡിലെ പീലികൾ വരുന്നതിനേക്കാളും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി താഴത്തെ പീലുകളാണ്. താഴത്തെ പീലുകൾ ഒരിക്കലും അത്ര അടുപ്പിച്ച് വരയ്ക്കേണ്ട. കാരണം താഴത്തെ പീലുകൾ നമ്മൾ കണ്ണുകൾ ശ്രദ്ധിക്കുകയാണെങ്കിലും കിട്ടിയേക്കുന്ന റെഫറൻസ് ആണെങ്കിലും വേറെ ഒരാളുടെ കണ്ണ് നോക്കുമ്പോഴാണെങ്കിലും ഒരിക്കലും കണ്ണുകളുടെ അടിയിലത്തെ പീലുകൾക്ക് അത്രയും കട്ടിയും നീളവും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വരച്ചാൽ മതി. മുകളിലത്തെ പീലുകൾ വരച്ച സെയിം സ്റ്റെപ്പ് തന്നെ, എന്നാൽ തന്നെ എണ്ണത്തിലും നീളത്തിലും കട്ടിയിലൊക്കെ ഒരുപാട് വ്യത്യാസം വരുന്നതുമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വരിക. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഡീറ്റെയിലിങ്ങോടെയാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, എൻ്റെ കയ്യിലൊരു വൈറ്റ് പെന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് പെന്ന് ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ വെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ ചെറിയതായിട്ട് ഈ വൈറ്റ് പേന കൊണ്ട് വരച്ചു കൊടുക്കും. ഒരിക്കലും നടുക്കൊന്നുമല്ല, സൈഡിൽ എഡ്ജ് കണ്ണുനീര് കടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ. അപ്പം അങ്ങനെ നോക്കിയിട്ട് അത് വരച്ചു കൊടുക്കും. ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഒരു പെൻസിൽ പോലും തൊടാതെ വെച്ചേക്കുന്ന നടുക്കത്തെ ഒരു പോർഷൻ ഉണ്ട്. അപ്പം അവിടെയാണെങ്കിലും കണ്ണിൻ്റെ പീലിയുടെ ഷെയ്ഡ് അവിടെ വരും. ആ കണ്ണിൻ്റെ പീലിയുടെ ഷെയ്ഡ് നമ്മളവിടെ വരച്ചു കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് താഴേക്ക് നേരത് മുകളിലേക്കാണെങ്കിൽ അതിൻ്റെ നേരെ ഇൻവേർട്ടഡ് ആയിട്ട് താഴേക്ക് അതിൻ്റെ ഹൈലൈറ്റിൽ വരച്ചു കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ പുതുതായിട്ടാണെങ്കിൽ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരുപാട് വേറെ പോർട്രേറ്റുകളും ഫ്ലിപ്പ് ബുക്കുകളൊക്കെ വരച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.